ഒരു കാലത്ത് യുദ്ധസാമഗ്രികൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിച്ച അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാൻ ലോകത്തിലെ 100ഓളം രാജ്യങ്ങളാണ് ഇപ്പോൾ വരി നിൽക്കുന്നത്. അതെ, അന്ന് ആയുധങ്ങൾ ഇരന്നു വാങ്ങിയിരുന്ന ഇന്ത്യ ഇന്ന് പ്രതിരോധ വിപണിയിൽ നിന്ന് കൊയ്യുന്നത് കോടികളാണ്. ഈ ചരിത്രപരമായ കുതിച്ചുചാട്ടത്തിന് ചുക്കാൻ പിടിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് ഇന്ന് രാജ്യം മുഴുവൻ നിറഞ്ഞ കയ്യടിയാണ് നൽകുന്നത്. കണക്കുകൾ കേട്ടാൽ ശരിക്കും ഏതൊരു ഭാരതീയനും അഭിമാനം തോന്നും. 2014 ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കേവലം 686 കോടി രൂപ മാത്രമായിരുന്നു. എന്നാൽ ഇന്നത് 39,000 കോടി രൂപയായി കുതിച്ചുയർന്നിരിക്കുന്നു. ഒരു 10-12 വർഷം കൊണ്ടുണ്ടായത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലിയ വളർച്ച. 30,000 കോടിയുടെ കയറ്റുമതി എന്ന ലക്ഷ്യം നിഷ്പ്രയാസം മറികടന്ന ഇന്ത്യ 2029 50,000 കോടിയിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധം വരാൻ വർഷങ്ങളോളം കാത്തിരുന്ന ആ പഴയ ഗതികേടിൽ നിന്ന് മെയ്ക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ കാത്തു നിൽപ്പിക്കുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ച അത്ഭുതമൊന്നുമല്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന കൃത്യമായിട്ടുള്ള നയപരമായിട്ടുള്ള ഇടപെടലുകളാണ് ഇതിന് കാരണം. ചുവപ്പ് നാടകളിൽ കുരുങ്ങിക്കിടന്നിരുന്ന കയറ്റുമതി നടപടികൾ ഒറ്റയടിക്ക് ലളിതമാക്കി. ഓൺലൈൻ അപ്രൂവൽ സംവിധാനവും എക്സിം പോർട്ടലും കൊണ്ടുവന്നു. ഓപ്പൺ ജനറൽ എക്സ്പോർട്ട് ലൈസൻസും വിശ്വസ്തരായിട്ടുള്ള നിർമ്മാതാക്കൾക്കായി കൊണ്ടുവന്ന ഗ്രീൻ ചാനൽ സംവിധാനവും പ്രതിരോധ മേഖലയിലെ ബിസിനസ് സുതാര്യമാക്കി. ഇതോടെ ആഗോളതലത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വമ്പൻ പ്രതിരോധ പങ്കാളിയായി ഇന്ത്യ മാറി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ നേട്ടം വൻകിട കമ്പനികളിലൂടെ മാത്രം ഉണ്ടായതല്ല എന്നതാണ്. പ്രതിരോധ മേഖലയിലെ പൂർണ്ണമായ ആത്മനിർഭരത കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തെ യുവതലമുറയെയും സ്റ്റാർട്ടപ്പുകളെയും സർക്കാർ കൂട്ടുപിടിച്ചു. സ്വന്തമായി നൂതന ആശയങ്ങളുള്ള MSMEകളിൽ നിന്നും സ്റ്റാർട്ടപ്പുകളിൽ നിന്നും പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മാത്രം 2400 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ 1500 കോടിയും നൽകി. ഐഡെക്സ് പദ്ധതിയിലൂടെ ഇതിനോടകം 676 യുവ സംരംഭകരെ ഒപ്പം കൂട്ടാനും സർക്കാരിന് കഴിഞ്ഞു. ചുരുക്കത്തിൽ പ്രതിരോധ ഉപകരണങ്ങൾക്കായി അന്യരാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു ഇരുണ്ട ഭൂതകാലത്തിൽ നിന്നും ഇന്ത്യ പൂർണ്ണമായും മോചിതരായിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ലോകരാജ്യങ്ങൾക്ക് ആയുധം നൽകുന്ന ഒരു ഗ്ലോബൽ പവർ ഹൗസായി ഇന്ത്യ മാറി. ഇന്ന് വിദേശ മണ്ണിൽ ഇന്ത്യൻ ആയുധങ്ങൾ ഗർജിക്കുമ്പോൾ അത് ആത്മനിർഭർ ഭാരതത്തിന്റെ വിജയഭേരി കൂടിയാണ്. ഈ ചരിത്ര നേട്ടത്തിൽ കേന്ദ്ര സർക്കാരിനും പ്രതിരോധ മന്ത്രിക്കും രാജ്യം അഭിമാനത്തോടെ സല്യൂട്ട് നൽകുകയാണ്. ന്യൂസ് ഡെസ്ക്.